കായംകുളം കൊച്ചിനെ പറ്റി പറയാൻ അതിനകത്ത് മോഹൻലാലിന്റെ റോള് എല്ലാവരും ഭയങ്കരമായിട്ട് സ്വീകരിച്ച റോളാണ്. ഇത്തിക്കരപ്പക്കി. അപ്പൊ ഇത്തിക്കരപ്പക്കിയിലെ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് ലൈക്ക് മോഹൻലാലിന് അങ്ങനെ പറ്റ ഒരു മുടിയൊക്കെ പറ്റ അടിച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുറ്റിത്താടിയുണ്ട്. പിന്നെ ഈ വസൂര് കറകളുണ്ട്, ചെറിയ ഇവിടെ ഒരു കണ്ണടച്ച് കണ്ണിന്റെ ഇവിടെ ഇതൊക്കെ മൊത്തത്തില് ആ ഒരു സ്റ്റൈല് ആ ഒരു പടത്തെ തന്നെ എന്റെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ മോഹൻലാലിന്റെ ക്യാരക്ടർ, ആ ഇൻട്രോ സീനൊക്കെ. ഇപ്പൊ ഇത്തിക്കരപ്പക്കി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വലിയ പിടുത്തുണ്ടാവില്ല. പല ഫോട്ടോയിലും പല രൂപമായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ അതിൽ ആൾസാറാണ് ചെയ്യണമെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരും ഇത് ആൾസാർ ഇന്ന് വരെ ചെയ്യാത്തൊരു രൂപമായിരിക്കണം. ഈ ക്യാരക്ടർ വിട്ട് പോകാനും പാടില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ലോങ് ഹെയറോ വേറെ സ്റ്റൈലൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇതൊരിക്കലും ഇങ്ങനെ അല്ല ഇത്തിക്കരെന്ന് പറയും. അപ്പം അത് വിടാതെ എന്നാൽ ലാൽസാറിനെ എങ്ങനെ രസമാക്കിയെടുക്കാം എന്നുള്ളത് അത് ഞങ്ങൾ മുംബൈയിൽ പോയിട്ട് ഞാനും എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ധന്യൊക്കെ പോയിട്ട് ഞങ്ങൾ വേറൊരു ലൊക്കേഷനിൽ അവിടെ ഷൂട്ട് നടക്കായിരുന്നു. അവിടെ ഞങ്ങൾ വേറെ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അവിടുത്തെ ഫോട്ടോസും വീഡിയോ കോളും നമ്മുടെ അപ്പോൾ ഓൾറെഡി നമ്മുടെ ഷൂട്ട് നടക്കുന്നുണ്ട് കൊച്ചുണ്ണിയുടെ ഡയറക്ടർ ഭാഷ ഞാൻ അയച്ചു കൊടുത്ത് എന്നിട്ടാണ്. അപ്പോൾ ഓൾറെഡി അന്ന് നമുക്ക് അവിടെ ആ ഷൂട്ടിനെ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ഒരു താടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയാതെ നമ്മുടെ ഈ ലുക്കിലേക്ക് നമ്മൾ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് ഓക്കെ ആയത്. പിന്നെ ഷൂട്ട് വന്നപ്പോഴേക്കും നമ്മുടെ അതേ രൂപത്തിലായി. അതേപോലെ ഈ സാഗരേലിസ് ജാക്കിലോട്ട് വരുവാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഒരു സീക്വൽ എന്നാണ് പറയുന്നത്. പക്ഷെ ആ സിനിമയിലുള്ള മോഹൻലാലിന്റെ പഴയ ക്യാരക്ടറിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നോർമൽ ക്യാരക്ടറാണ്. പക്ഷെ സാഗരേലിസ് ജാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അമൽനീരദിന്റെ ചിത്രമാണ് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. മീശ ഇങ്ങനെ വെച്ച് മീശ ഇത്ര മീശ ഉണ്ട്, ഇവിടെ ഒരു മുളുകൻ പോലെ വെച്ച് പിന്നെ കൃതാവൊക്കെ ഇവിടെ ഷെയ്ഡ് എടുത്ത് കമലേട്ടൻ ഈ പറഞ്ഞ പോലെ ഒന്നാമത് അങ്ങനത്തെ സ്റ്റൈലിഷ് സിനിമകളാണല്ലോ. അപ്പൊ അതിനകത്തുള്ള എല്ലാ വിനായകന്റെ ക്യാരക്ടറൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ ബ്ലേഡൊക്കെ ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും മനോജ് ചേട്ടൻ്റെയും. അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഒരു സിനിമ ആകുമ്പോൾ ഒരു സ്റ്റൈലുണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു റെഫറൻസ് കാണിച്ചു കൊടുക്കും പല ടൈപ്പ്. അങ്ങനെയാണ് നമ്മൾ ഈ ലാലേട്ടൻ്റെ പുള്ളി തന്നെ ഒരിക്കൽ കൊണ്ടുവന്നൊരു ഫോട്ടോ. അപ്പൊ അതിൽ കുറച്ചുകൂടി വലിയ ടൈപ്പായിരുന്നു, നമ്മളൊരു വീരുമാണ്ടി പോലത്തെ ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് അപ്പൊ അത്രയും മുമ്പായപ്പോൾ വീരുമാണ്ടിയൊക്കെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അത് വേണ്ട, അത് മാറ്റിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയത്. അതുപോലെ തന്നെ ഭ്രമരത്തിലേക്ക് വരാം. ഭ്രമരത്തിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അയാൾക്കൊരു നിഗൂഢതയുണ്ട്, ഒരു ടെൻഷൻ അയാളുടെ മുഖത്ത് എപ്പോഴും വിസിബിൾ ആണ്. ആ ഒരു ക്യാരക്ടറിന് അയാളുടെ രൂപത്തിൽ തന്നെ അതുണ്ട്. അയാളുടെ ഫ്ലാഷ് ബാക്ക് സീനുകളിലെ അയാൾ ക്യാരക്ടറിൽ നിന്നും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രസന്റ് ഇറയിലേക്ക് വരുമ്പോൾ അയാളുടെ രൂപത്തിൽ തന്നെ ഉണ്ട്. അയാൾക്ക് എന്തോ മറയ്ക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അയാൾക്ക് എന്തൊക്കെയോ മെന്റലി ആയിട്ടുള്ള കുറെ നമ്മളെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. അതായത് ഒരു മലയാളി വാരത്തിൽ അല്ലെങ്കിൽ ഒരു താഴ്വാരത്തിലൊക്കെ ജീപ്പ് ഓടിക്കുന്ന ഹൈ റേഞ്ചിലൊക്കെ ജീപ്പ് ഡ്രൈവർ എങ്ങനെയായിരിക്കണം, അയാളുടെ സ്കിൻ ടോൺ ആയിക്കോട്ടെ, ഡെയിലി ഒന്നും ഷേവ് ചെയ്യില്ല. ഇപ്പോഴാണ് നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ വന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും താടി വയ്ക്കും. ഇപ്പോൾ ഒരു ചെറിയ ബേഡാണ് എല്ലാവർക്കും, താടിയില്ലാത്ത ആരും ഉണ്ടാവും, വളരെ കുറവായിരിക്കുള്ളൂ. പക്ഷേ നമ്മൾ പഴയ സിനിമയിലെ കാണിക്കുക എന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് വരുമ്പോൾ കാണിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരാശയായിട്ട് നടക്കുന്ന ആളെ കാണിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഡെയിലി ഷേവ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം നമ്മൾ ആ കാലത്തൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റബിൾ കാര്യങ്ങൾ, ചെറിയ സ്കിൻ ടോണ്, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒരു കോംബ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല.